ആക്ച്വലി ഷാപ്പിന്റെ പേരാണ് പ്രാവൻകൂട്. ആ പ്രാവൻകൂട് ഷാപ്പ് ആ ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകം. ആ കൊലപാതകം അന്വേഷിക്കുന്നത്, പക്ഷെ അതിനകത്ത് ഈ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസുകാരനെക്കാളും മനോഹരമായിട്ട് അന്വേഷിക്കുന്നത് നമ്മുടെ വിനോദിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. അതും സൂപ്പറാണ്. ആൻഡ് എസ്പെഷ്യലി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഏറ്റവും മനോഹരമായിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ആരാണ് ആക്ച്വലി ഡയറക്ടർ പുതിയ ആളാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ ഡെബ്യൂ മൂവിയാണ്. ആ ഡെബ്യൂ മൂവി എത്ര സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതലും നൈറ്റ് ഷോട്ട്സാണ്, ഇരുട്ടത്തുള്ള ഷോട്ട്സ്, മഴയിലുള്ള ഷോട്ട്സ്, നൈറ്റ് ഷോട്ട്സാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. സോ ഇച്ചിരി പാടാം. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ സ്പോട്ട് ഡബിങ് ചെയ്യാനും പാടായിരിക്കും. പക്ഷെ അതൊക്കെ ടെക്നിക്കൽ സൈഡൊക്കെ സൂപ്പറായിട്ടിട്ടുണ്ട്. വി എഫ് എക്സും മനോഹരമായിട്ടുണ്ട്. പ്രാവുംകൂട് വെക്കുമ്പോ ഒരു എന്താ കൊള്ളില്ല, പടത്തിന്റെ പേര് കൊള്ളത്തില്ല, സിനിമ കൊള്ളാം കേട്ടോ. സിനിമ മേക്കിംഗ് ഒക്കെ നല്ല സൂപ്പർ, 100 കൊടുക്കും. പക്ഷെ പേരിനോട് ഞാൻ യോജിക്കുന്നില്ല. സൗബിനിക്ക ഒരു രക്ഷയില്ല, ഞൊണ്ടി മലയൊക്കെ കയറി ഇതുവരെ കാണാത്ത ഒരു ഇക്കയുടെ ഒരു അഭിനയമാണ് സൗബിനിക്ക ഇതിനകത്തൊരു കാഴ്ച വെച്ചത്. ഇതുവരെ കാണാത്തില്ല. ബേസിലോ അതുപോലെ തന്നെ നമ്മുടെ കോമഡിയൊക്കെ വന്ന ഒരു പോലീസ് ഓഫീസർ, അതൊക്കെ ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് ചെയ്ത് രണ്ടുപേരും. അതായത് മലയാള സിനിമയിൽ ഇവരെ രണ്ടുപേരും ഒന്നും കൂടെ വേറെ കഥാപാത്രത്തിലേക്ക് ഉണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെനണ്ട ഒരു രക്ഷയില്ല, കണ്ട ഒരു സെൽഫി എടുക്കാൻ പറ്റിയ അടിപൊളി നല്ല പെർഫോമൻസ് ആണ്. നമ്മളെ പ്രേക്ഷകരെ ഞെട്ടിച്ചു.